എല്ലാവരും എന്നോട് കരച്ചിൽ നിർത്താൻ പറയുമായിരുന്നു. പക്ഷെ എന്റെ തെറപ്പിസ്റ്റ് ഒരിക്കലും എന്നോട് കരയുന്ന നിർത്താം. അപ്പൊ പോയാൽ ചിലപ്പോൾ പുള്ളിക്കാർ പറയാറുണ്ട്, ഞാൻ ഇന്നലെ കൂടി കരഞ്ഞാണല്ലോ, അതിനിപ്പോ എന്താ, കരഞ്ഞോ? കരഞ്ഞോ? ആ, ഓക്കെ. മനുഷ്യരല്ലേ, ഇമോഷൻസ് ഉണ്ട്, കരഞ്ഞോ, കരയാൻ വരാണെങ്കിൽ കരഞ്ഞു തീർക്ക്, ദാറ്റ്സ് ഓൾ, ലെറ്റ് ദറ്റ് ഇമോഷൻ പാസ്, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു പരിധി വിട്ട് എല്ലാ ദിവസവും 31 ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ അത് പോയി കാണിക്കേണ്ട കാര്യമാണ്. പക്ഷെ അല്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അപ്പൊ പറഞ്ഞു തന്നതാണ്, കരയാനുള്ള സാധനം കരഞ്ഞു 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 വൺ ഡേ യു വിൽ റീച്ച് എ പോയിന്റ് വേർ യു വിൽ സ്റ്റോപ്പ് ക്രൈയിങ് ആൻഡ് ഡിസൈഡ്. ചിലർ മരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു ഷോക്ക് ആയിരിക്കും. നമ്മൾ അത്ര അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കരച്ചിൽ വരില്ല. അവർക്ക് ആ ഡെഡ് ബോഡി കണ്ടു കഴിഞ്ഞാൽ അവർ ഒരുമാതിരി വേറൊരു മെന്റൽ സ്റ്റേറ്റിലാണ്. ഒരു തുള്ളി കണ്ണീര്, അതിനർത്ഥം അവർക്ക് അവരോട് സങ്കടമില്ലെന്നല്ല. ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നന്നായി പോവാണ് അവിടെ അത്. പക്ഷെ അങ്ങനെയുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കണം എന്നാണ് കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരെ കൊണ്ട് കരയിപ്പിക്കാനായിട്ട് ഇവർ ട്രൈ ചെയ്യും. അങ്ങനെ കരഞ്ഞ് നമ്മൾ തീർക്കണം. കരഞ്ഞ് തീർക്കുമ്പോൾ നമ്മുടെ ആ ഇമോഷൻ കുറെ അവിടെ, അല്ലേ? ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഇമോഷൻസും കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ഐ എം നോട്ട്, എന്താ പറയാ, വയലൻസ് ഒന്നും കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ആങ്കർ എന്നും പറഞ്ഞിട്ട് ഒരാളെ കുത്തുക അല്ലെങ്കിൽ ഒരാളെ എടുത്ത് അടിക്കുക, അതിനകത്തൊന്നും എനിക്കൊരു താല്പര്യമുള്ള കാര്യമല്ല. പക്ഷെ അതർവൈസ് കുഞ്ഞു കുഞ്ഞു ദേഷ്യമൊക്കെ ആണെങ്കിൽ ദേഷ്യപ്പെടുന്നതല്ലേ നല്ലത്. ഓക്കെ.